മനുഷ്യർക്കിടയിൽ മാനവജാതി എന്ന ഒരൊറ്റ ജാതി മാത്രം മതിയെന്നും സംഘടനയിലൂടെ ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുക തുടങ്ങിയ മഹത്തരങ്ങളായ ഗംഭീരങ്ങളായ ആത്മീയ സന്ദേശങ്ങൾ മാനവരാശിക്ക് നൽകിയ മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ 171 ജന്മദിനം ചതയം നാൾ. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾ എന്ന പേരിൽ നാടെങ്ങും നടക്കുകയാണ് അല്ലേ. അദ്ദേഹം 60 അധികം കൃതികൾ രചിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ പ്രസിദ്ധവും അങ്ങേയറ്റം ജനകീയവുമായ ഒരു പ്രാർത്ഥനാ ഗീതമാണ് ദൈവദശകം. ഇന്ന് ഈ പുണ്യദിനത്തിൽ ഈ ദൈവദശകം നിങ്ങളെ കേൾപ്പിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ അത് ആലപിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ദൈവമേ കാത്തുകൊൾകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അന്യവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസാം